ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാട്ടണിലെ VSന്റെ വസതിയിലേക്ക് വരുന്ന ദൃശ്യമാണ് കാണുന്നത്. അദ്ദേഹം എത്തിയാലുടൻ മൃതദേഹം ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതായിരുന്നു തീരുമാനം. ഇപ്പോൾ പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഇപ്പോൾ ബാട്ടണിലേക്ക് പോവുകയാണ്. വിജയകുമാർ നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, കൂടുതൽ വിവരങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. VSനെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. മന്ത്രിമാരുൾപ്പെടെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇപ്പോൾ ഈ വീട്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും കുടുംബാംഗങ്ങളെ അല്പസമയത്തിനകം കാണും. അതിനുശേഷം വിലാപയാത്രയായി ഇവിടുന്ന് ദർബാർ ഹാളിലേക്ക് VSന്റെ മൃതദേഹം കൊണ്ടുപോകും. ഇപ്പോൾ ഏതാണ്ട് 8:20 സമയം. 9 മണിയോടുകൂടി ദർബാർ ഹാളിലെ പൊതുദർശനം തുടങ്ങണം എന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായാലും അതിൽ വലിയ കാലതാമസം വരാതെ നോക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പറയുന്ന സമയക്രമം പൂർണ്ണമായും പാലിക്കാൻ എത്രത്തോളം പറ്റുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ആ സമയക്രമം പരമാവധി പാലിച്ചു പോകണം എന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അതിന്റെ ഭാഗമായാണ് ഇവിടെ എത്തുകയും ചെയ്തിരിക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. മറ്റ് പ്രധാനപ്പെട്ട പാർട്ടി ചുമതലയുള്ള ഉത്തരവാദിത്തമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, മന്ത്രിമാരൊക്കെ ഇവിടെയുണ്ട്. എല്ലാവരുമായും മുഖ്യമന്ത്രി സംസാരിക്കും, കുടുംബാംഗങ്ങളുമായും സംസാരിക്കും. അകത്തേക്ക് പോയിരിക്കുകയാണ്. ഇതുവരെ വീടിനകത്തേക്ക് ഇവിടെ എത്തിയിരുന്ന ആളുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. VSനെ കാണാൻ അനുമതി ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയും മറ്റ് പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കളും വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പൊതുജനങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഇവിടെ സാമാന്യം നന്നായി മഴ പെയ്യുന്നുണ്ട്. ഈ മണിക്കൂറുകളിലൊക്കെ തോർന്നു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ സാമാന്യം നന്നായി മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും വരുന്നവരൊക്കെ ഒരു പക്ഷേ ദർബാർ ഹാളിലേക്കായിരിക്കും VSനെ കാണാനായി പോകുന്നത്. തിരുവനന്തപുരത്തിന്റെ അന്തിമോപചാരം, തിരുവനന്തപുരം പൗരാവലി അദ്ദേഹത്തിന് ഇന്ന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. തിരുവനന്തപുരം VSനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ VSന് തിരുവനന്തപുരം രണ്ടും മറക്കാനാവാത്ത ഒരു മഹാനഗരമാണ്. VSന്റെ രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിലെ എത്രയോ വലിയ അധ്യായങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നഗരമാണ്, ഒരു മഹാനഗരമാണ് തിരുവനന്തപുരം. VSന്റെ എല്ലാ തരത്തിലും VSുമായി ചേർന്ന് കിടക്കുന്ന തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ മനസ്സ് എത്രയോ കാലങ്ങളായി, എത്രയോ പതിറ്റാണ്ടുകളായി VSുമായി ചേർന്ന് കിടക്കുന്നതാണ്. ആ രാഷ്ട്രീയ മനസ്സ് VSന് വിട നൽകുന്നു എന്നത് വളരെ വൈകാരികമായ ഒരു അനുഭവം കൂടിയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, കണ്ണേ കരളെ VSയെ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ എന്ന് വിളിക്കുന്ന പ്രവർത്തകരെ, VSനെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ തിരുവനന്തപുരത്ത് എത്രയോ 10,000ങ്ങളെ കണ്ടതാണ് പഴയ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ. ഇപ്പോഴും രാവിലെയും നമ്മൾ VSന്റെ മകന്റെ ഈ വേലിക്കകത്തെ വസതിയുടെ മുന്നിലും ആ ആൾക്കൂട്ടത്തെ നമ്മൾ കണ്ടു. അവർ വീണ്ടും ഇവിടെ തെരുവോരങ്ങളിൽ VS അനുകൂല മുദ്രാവാക്യം മുഴക്കി VSന് വേണ്ടി VSന് അന്തിമോപചാരം അർപ്പിക്കാൻ, അഭിവാദ്യം അർപ്പിക്കാൻ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. കേരളത്തിന് അങ്ങോളം ഇങ്ങോളം കിട്ടാവുന്ന വാഹനങ്ങളിലും തീവണ്ടിയിലും ഒക്കെ ആയി ഇവിടേക്ക് എത്തിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരെ കൊണ്ട് തിരുവനന്തപുരം ഇതിനോടകം തന്നെ നിറഞ്ഞ് കവിയുകയും ചെയ്തിട്ടുണ്ട്. ഈ നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും ആളുകൾ ഈ നഗരത്തിലേക്ക് ഇതിനോടകം വന്നിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് ഇപ്പോഴും VSനെ കാണാനായി വരികയാണ്. ഇവരൊക്കെ VSനെ ഇന്നലെയും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലും ഒക്കെ സന്ദർശിച്ച് മടങ്ങിയവരാണ്. പക്ഷേ VSുമായി അങ്ങേയറ്റത്തെ ഇടപിരിയാത്ത ബന്ധമുള്ള പാർട്ടി സഖാക്കളാണ് ഈ വരുന്നവരെല്ലാവരും തന്നെ. അവർക്ക് VS അവരുടെ രാഷ്ട്രീയ വഴികാട്ടിയായിരുന്നു, രാഷ്ട്രീയത്തിലെ ഒരു സർവകലാശാലയായിരുന്നു, രാഷ്ട്രീയത്തിലെ അവരെ പാഠങ്ങൾ പഠിപ്പിച്ച ഒരു സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അങ്ങനെ VSന് നൽകാൻ എത്രയോ വിശേഷണങ്ങളാണ് ആ നേതാക്കൾക്ക് ഉള്ളത് എന്ന് നമുക്കറിയാം. അവരൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി ആ നേതാവിനെ, അവരുടെ തലമുറയിൽ ജീവിച്ച ഏറ്റവും സമുന്നതനായ കമ്മ്യൂണിസ്റ്റിനെ കണ്ട് വിട നൽകാനായി ഈ വീട്ടിലേക്ക് നിറകണ്ണുകളോടെ എത്തുകയാണ്. രാവിലെ നമ്മൾ കണ്ട ആ വീട്ടമ്മ മുതൽ പിഞ്ചു കുട്ടികൾ റോസാപ്പൂവുമായി VSനെ കാണാൻ വരുന്നതുൾപ്പെടെ എത്രയോ ഹൃദയഭേദകമായ കാഴ്ചകൾ നമ്മൾ ഈ വീടിന് മുന്നിൽ ഇതിനോടകം കണ്ടിട്ടുണ്ട്. VS 102 വയസ്സായി. അദ്ദേഹം രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് വൈദ്യശാസ്ത്രം മറുപടി നൽകിയതായിരുന്നു. പക്ഷേ അപ്പോഴും VS ഒരു പ്രതീക്ഷയുടെ പൊൻകിരണമായി നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. VS ഈ നാട്ടിലെ സമര പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന് മുഷ്ടി ചുരുട്ടി നമ്മളെ നയിക്കാൻ എത്തുമെന്നും അനീതിക്കെതിരെ വിരൽ ചൂണ്ടാൻ VS ഉണ്ടാകുമെന്നും VS ഇവിടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വലിയ ചോദ്യങ്ങളായി നമ്മളുടെ മുന്നിൽ നിന്ന് ആ ചോദ്യങ്ങൾ അധികാരവർഗത്തോട് ചോദിക്കാൻ നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്നും കരുതിയ വലിയ ജനക്കൂട്ടം, വലിയ നിഷ്കളങ്കരായ ജനക്കൂട്ടമാണ്
എന്നുള്ളതാണ് വി എസിന്റെ കരുത്ത്. എന്നും അതായിരുന്നു വി എസിന്റെ കരുത്ത്. ആ കരുത്തിലാണ് വി എസ് ഇതാ തിരുവനന്തപുരത്ത് നന്ദിയാത്ര ചൊല്ലാൻ ഒരുങ്ങുന്നതും. ആ കരുത്തിന്റെ മുകളിലേറിയാണ്. ആ കണ്ടമിടറാതെ വി എസിന് വേണ്ടി കണ്ണേ കരളെ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ, പുന്നപ്പറയുടെ പൊന്നോമനയെ എന്നൊക്കെ വിളിക്കുന്ന ആ വലിയ ജനക്കൂട്ടം എന്നത് യഥാർത്ഥത്തിൽ എക്കാലവും വി എസിന്റെ കരുത്തായിരുന്നു. അവരെന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചല്ല വി എസ് എന്ന വലിയ നേതാവിന് പിന്നിൽ ഇങ്ങനെ അണിനിരുന്നത്. അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവന്നു എന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും ആ തെറ്റുകൾക്ക് നേരെ, അനീതികൾക്കെതിരെ, അധാർമികതകൾക്കെതിരെ കൈ ഉയർത്താൻ ഒരു നേതാവായി, ഒരു പ്രതീകമായി വലിയ സമര പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന് അവരെ നയിച്ച നേതാവാണ് വി എസ്. അതുകൊണ്ടാണ് വി എസിനോട് ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും വൈകാരികമായൊരു ബന്ധമുള്ളത്. ഒരുപക്ഷെ വി എസിന്റെ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് മറ്റു രാഷ്ട്രീയം ഒക്കെ ഉള്ളവരും വി എസിനെ അവരുടെ നേതാവായി കാണുന്നത് വി എസ് ഉയർത്തിയ നിലപാടുകൾ അത് അവരുടെ കൂടി നിലപാടായിരുന്നു. അത് അവർക്ക് കൂടി ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളായിരുന്നു വി എസ് അധികാരവർഗത്തോട് ചോദിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ്. വി എസ് മുഖ്യമന്ത്രിയായിരുന്ന 5 വർഷം, ആ 5 വർഷം കേരളത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വി എസ് തന്നെയായിരുന്നു. അദ്ദേഹം തന്നെയാണ് പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതും അതിന് പരിഹാരം കാണുന്നതും വി എസ് തന്നെയായിരുന്നു. എസ് കെനെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. 2006 മുതൽ 2011 വരെ 5 വർഷം ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ ഒഴിഞ്ഞ് പുതിയ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും വി എസ് അച്യുതാനന്ദനായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. അന്ന് ഇടതുമുന്നണിക്ക് 68 സീറ്റ് കിട്ടി, യു ഡി എഫിന് 72 സീറ്റും കിട്ടി. നമ്മൾ ഓർക്കണം, ഒരു സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ആന്റി ഇൻകുംബൻസി, ഭരണവിരുദ്ധ വികാരം ആ സർക്കാരിനെ ബാധിക്കുന്നത് കേരളത്തിൽ ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ അത് ബാധിച്ചില്ല എന്ന് തന്നെയല്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി കഷ്ടിച്ചാണ് യു ഡി എഫ് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിലേക്ക് വരുന്ന 2-3 സീറ്റിൽ നിസ്സാര വോട്ടിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തോറ്റതൊഴിച്ചാൽ വി എസിന്റെ രാഷ്ട്രീയം അന്ന് വീണ്ടും ഒരിക്കൽ കൂടി ജനങ്ങൾ അംഗീകരിച്ചത് തന്നെ നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ ഒരു അത്ഭുതം ആ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച എന്നതുണ്ടാകുമായിരുന്നു. വി എസ് അതിന് ചില രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ പിന്നീട് നടത്തിയത് നമ്മൾ 2-3 തോറ്റു കൊടുത്തു എന്നായിരുന്നു വി എസ് പാർട്ടി വേദികളിൽ പറഞ്ഞത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.